നമസ്കാരം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയിയുടെ നിര്യാണം ശരിക്കും മലയാള കലാലോകത്തെ തന്നെ ആകെ പിടിച്ചുലച്ചിരിക്കുകയാണ്. മലയാളത്തിൻ്റെ പ്രിയതാരം മോഹൻലാൽ ഉൾപ്പെടെ നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത്. എന്നാൽ ഈ കലാലോകത്ത് നിന്നെത്തിയ അനുശോചനങ്ങൾ നമ്മുടെയൊക്കെ തന്നെ കണ്ണ് നനയിപ്പിക്കുന്നതാണ്. ബിഗ് ബോസ് സീസൺ 7 റണ്ണറപ്പായിരുന്ന അനീഷിൻ്റെ കുറിപ്പ്. തകർന്ന ഹൃദയത്തോടു കൂടിയാണ് അനീഷ് ഈ കുറിപ്പ് എഴുതിയിട്ടുള്ളത്. അത് ഇങ്ങനെയാണ്: കഠിനമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയായിരുന്നു ഞാനപ്പോൾ. എന്തേ നിനക്ക് കിട്ടിയില്ലെന്ന് ഞാൻ അറിയുന്ന ഭൂരിഭാഗവും എന്നോട് വിലപിക്കുമ്പോൾ എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. സത്യമായിട്ടും അറിയില്ലായിരുന്നു. അത് കേൾക്കുമ്പോഴുള്ള വേദന എന്നിൽ തന്നെ കുമിഞ്ഞു കൂടുമ്പോൾ മാനസികാരോഗ്യം തകരാതിരിക്കാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പോകവേ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് വളരെ സർപ്രൈസായി എന്നെ ചേർത്ത് പിടിച്ച ആളായിരുന്നു റോയ് സാർ. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. ആ സ്നേഹത്തിന് മുന്നിൽ നിന്നതും മറക്കാനാവുന്നതല്ല. അല്ലെങ്കിലും ഒരു പരിചയമില്ലാത്ത എന്നെപ്പോലെ എത്ര പേരെ സാർ ചേർത്ത് പിടിച്ചിരിക്കും. ഹൃദയം നുറുങ്ങുകയാണ് വിട റോയ് സാർ. ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ബിഗ് ബോസ് സീസൺ 7 പൊതുവെ അനീഷ് ആയിരുന്നു ഏറ്റവും ജനകീയനായിരുന്നത്, ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അനീഷ് തന്നെയായിരിക്കും ഒന്നാമതെത്തുക എന്നാണ് പലരും കരുതിയിരുന്നത്. എന്നാൽ എല്ലാവരും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അനീഷ് റണ്ണറപ്പായി മാറുകയായിരുന്നു. അനീഷിന് 1ാം സ്ഥാനം നേടാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അനീഷ് മാനസികമായി തന്നെ ആകെ തളർന്ന ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിനക്ക് 1ാം സ്ഥാനം കിട്ടാതെ പോയത് എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി അനീഷിന് ഒരു ഫോൺ കോൾ വരുന്നു. അത് ഡോക്ടർ CJ റോയ് തന്നെയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനും കരുതിയിരുന്നത് നിനക്ക് തന്നെയായിരിക്കും 1ാം സ്ഥാനം കിട്ടുന്നത് എന്നാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം അനീഷിനെ ഏറെ ആശ്വസിപ്പിച്ചു. മാത്രമല്ല അനീഷിന് താൻ 10 ലക്ഷം രൂപ നൽകുന്നതായി അദ്ദേഹം അനീഷിനോട് പറയുകയും ചെയ്തു. കോഴിക്കോട് നേരിട്ടെത്തിയാണ് ഈ 10 ലക്ഷം രൂപയുടെ ചെക്ക് ഡോക്ടർ CJ റോയ് അനീഷിന് കൈമാറിയത്. അനീഷിനെ പോലെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു തുകയായിരുന്നു എന്ന് തന്നെയാണ് അനീഷ് പറയുന്നത്. അന്ന് ഇത് സംബന്ധിച്ച വാർത്തകൾ കണ്ടവർക്കെല്ലാം ഓർമ്മയുണ്ട്. വളരെ സരസമായി ചിരിച്ചുകൊണ്ട് അനീഷിന് ഒരു ബൊക്കെ സമ്മാനിക്കുന്നത്. അനീഷ് ധരിച്ചിരിക്കുന്ന ഷർട്ടിൻ്റെ അതേ നിറത്തിലുള്ള പൂക്കളുള്ള ബൊക്കെയാണ് ഡോക്ടർ റോയ് സമ്മാനിക്കുന്നത്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അങ്ങേപ്പോലെയുള്ള ഉന്നതരായ ആളുകൾ എന്നെ തേടി എത്തിയത് എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറയുമ്പോൾ, ഞാനും നിങ്ങളെപ്പോലെ സാധാരണക്കാരൻ തന്നെയാണ്, ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളെല്ലാവരും സാധാരണക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചെക്ക് കൈമാറുന്നത്. സാധാരണയായി പലപ്പോഴും ഉന്നതരായ വ്യക്തികൾ നടത്തുന്ന പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ തന്നെ അവർ നടപ്പിലാക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള ഒരു മനുഷ്യന് ആശ്വാസവുമായി. കാരണം ഡോക്ടർ റോയ്ക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകാം ഈ അനീഷ് എന്ന മനുഷ്യൻ അനുഭവിക്കുന്ന ഹൃദയവേദനയെക്കുറിച്ച്. സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വന്ന ഡോക്ടർ CJ റോയ്ക്ക് ഒരു സാധാരണക്കാരായ മനുഷ്യൻ, അനീഷിനെ പോലുള്ള ഒരാൾ പ്രശസ്തനായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും അയാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിൻ്റെ ആ നിലയെക്കുറിച്ച് നന്നായിട്ട് അറിയാമായിരിക്കും. അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഈ ഒരു വലിയ തുക 10 ലക്ഷം രൂപ അനീഷിന് കൈമാറാനുള്ള മനസ്സ് കാണിച്ചത്. ആ മനസ്സിനെ തന്നെയാണ് ഇന്ന് അനീഷ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നത്. തനിക്ക് ഹൃദയം നുറുങ്ങുന്ന വേദനയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതുപോലെ ഒരുപാട് പേരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുറിപ്പുകളിൽ ഒന്നിൽ ഒരിക്കലും ഒരു വിദേശ മലയാളി ഇന്ത്യയിലെ ഒരു വിമാനത്താവളത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ടിക്കറ്റ് സംബന്ധിച്ച സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായപ്പോൾ പുതിയ ടിക്കറ്റ് എടുക്കേണ്ട ഒരു ആവശ്യം വന്നു. പക്ഷേ അദ്ദേഹത്തെ യാത്രയാക്കാൻ എത്തിയവർ തിരികെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. കയ്യിൽ അന്ന് പൈസ ഇല്ലായിരുന്ന കാലത്ത് ഡോക്ടർ CJ റോയ് അന്ന് ആരെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ആ ഒരു മലയാളിയ മനുഷ്യൻ മുന്നോട്ട് വന്ന് തനിക്ക് ആ ടിക്കറ്റ് എടുത്തതെന്ന് സഹായിച്ച കാര്യമൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് എത്രത്തോളം മനുഷ്യത്വമുള്ള മാനുഷികതയ്ക്ക് അങ്ങേയറ്റം പ്രാധാന്യം നൽകിയിരുന്ന വ്യക്തിയായിരുന്നു ഡോക്ടർ റോയ് എന്നുള്ളതാണ്. ഏതായാലും ഈ അനീഷിൻ്റെ ഈ ഒരു വാക്കുകൾ ശരിക്കും നമ്മുടെ ഓരോ മലയാളിയുടെയും കണ്ണ് നനയിക്കുന്നതാണ്, ഒപ്പം കണ്ണ് തുറപ്പിക്കുന്നതുമാണ്. കാരണം വേദന അനുഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യന് മാത്രമേ ജീവിതത്തിൽ മറ്റൊരു വേദന അനുഭവിച്ചിട്ടുള്ളതിൻ്റെ ദുഃഖം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണം തന്നെയാണ് ഡോക്ടർ CJ റോയ് ഈ അനീഷിന് നൽകിയ 10 ലക്ഷം രൂപയിലൂടെ അദ്ദേഹം തെളിയിച്ചത്. ഏതായാലും അനീഷിനൊപ്പം ശരിക്കും ഓരോ മലയാളിയും ഈ ഡോക്ടർ CJ റോയിയുടെ വിയോഗത്തിൽ കണ്ണുനീർ വാർക്കുമ്പോൾ ഈ ഒരു സംഭവം നാളെ മറ്റു പലർക്കും ഒരുപക്ഷെ ഒരു മാതൃകയാകാൻ കഴിഞ്ഞെങ്കിൽ എന്നാണ് നമ്മൾ ആശിക്കേണ്ടത്.